ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാകും. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ SIT രജിസ്റ്റർ ചെയ്യുന്ന പുതിയ കേസിലാണ് പ്രശാന്തിനെ പ്രതി ചേർക്കുക. കേസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. അതിനിടെ നിലവിലെ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രി K മുരളീധരൻ SITക്ക് കത്ത് നൽകി. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ശബരിമലയിൽ പുനഃസ്ഥാപിച്ച ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയിൽ നിറമാറ്റം വന്നതോടെയാണ് വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി മാറ്റുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അന്നത്തെ ഭരണസമിതി ചട്ടപ്പടി പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നാണ് SITയുടെ കണ്ടെത്തൽ. 2023 ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ശബരിമലയിലെ ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ദേവസ്വം കമ്മീഷണറുടെ അനുവാദം ആവശ്യമാണ്. എന്നാൽ ദ്വാരപാലക പാളികൾ സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണറുടെ അനുമതി വാങ്ങാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് SIT സംശയിക്കുന്നു. ഇതോടെ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും കേസിൽ പ്രതിയാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും നിലവിൽ പ്രശാന്ത് പ്രതിയല്ല. PS പ്രശാന്തിന് പുറമെ ബോർഡ് അംഗങ്ങളായ അജികുമാർ, സന്തോഷ് എന്നിവരെയും കേസിൽ പ്രതി ചേർക്കുമെന്നാണ് സൂചന. സ്വർണ്ണക്കൊള്ളയിൽ നേരത്തെ അറസ്റ്റിലായി സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠരര് രാജീവര്, ഉണ്ണികൃഷ്ണൻ പോറ്റി, തിരുവാഭരണ കമ്മീഷണർ രജിലാൽ, ദേവസ്വം സെക്രട്ടറി ബിനു എന്നിവരും പുതിയ കേസിൽ പ്രതികളാകും. ഈ മാസം തന്നെ കേസെടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് SIT നീക്കം. അതിനിടെ അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിന്റെ പങ്കിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രി K മുരളീധരൻ SITക്ക് കത്ത് നൽകി. 2025 സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണ്ണപ്പാളികൾ പൂശാനായി നൽകുമ്പോൾ സുപ്രധാന യോഗങ്ങൾ സന്തോഷ് കുമാറും പങ്കെടുത്തിരുന്നുവെന്നാണ് ആരോപണം. ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. അന്വേഷണമായിട്ട് സഹകരിക്കല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അന്വേഷണമായിട്ട് സഹകരിക്കും. നമ്മൾ വിവരം അറിഞ്ഞിട്ടില്ല. പരമ്പരാഗതമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചില രീതികളുണ്ട്. ആ രീതികൾ മാറണം. ആ രീതികളാണ് പലപ്പോഴും വേണ്ടാത്ത വാർത്തകൾ വരുന്നത്, അഴിമതിക്ക് ഇടം കൊടുക്കുന്നത്. വലിയൊരു ഡിജിറ്റൈസേഷൻ പ്രോഗ്രാമിന് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്ക് അത്ര കർക്കശമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ശബരിമലയിൽ ഒരു സുതാര്യത കൊണ്ടുവരാൻ സാധിക്കൂ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അനിശ്ചിതമായി നീട്ടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്നതോടെ അന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെടാനാണ് SIT നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.